Hello, all my beautiful souls. Welcome back to my channel. I'm so happy and excited to be here with another tarot reading, and I hope all my friends are safe and doing awesome today. So, ഇന്നത്തെ റീഡിംഗ് ഇസ് ഓൾ അബൌട്ട് യുവർ പേഴ്സൺസ് ഫീലിംഗ്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവർക്ക് പറയേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ടാരോട്ടിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഞാനിവിടെ 3 സ്റ്റോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മനസ്സിൽ വിചാരിക്കുക, അവരായിട്ട് സ്പെൻഡ് ചെയ്ത കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഒക്കെ, കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സ് ഒക്കെ ആലോചിച്ചിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്റ്റോണ് സെലക്ട് ചെയ്യുക. സ്റ്റോൺ നമ്പർ 1, സ്റ്റോൺ നമ്പർ 2 ആൻഡ് സ്റ്റോൺ നമ്പർ 3. Alright, think about your person and select one stone. So blue color stone select ചെയ്ത ആൾക്കാർ, what is your person's feeling? What are they thinking about you? Are you on their mind? Are they missing you? എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ടാരോട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. So think about your person, okay? What are they thinking about you right now? Are you on their mind? Are they thinking about you? Are they missing you? Are you on their mind? Are they missing you? What are they up to? What are they thinking about you? Are you on their mind? Are they missing you? What's the current situation? What are they thinking about you? What are they thinking about you? Are you on their mind? സോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ മേ ബി അവരിപ്പം അവരുടെ വർക്ക് അല്ലെങ്കിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരല്ലെങ്കിൽ സെൽഫ് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. ഓക്കെ, അതിൽ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും അവർക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടുള്ള സമയമാണ്. ഒന്ന് കൂടുതൽ കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ആൾക്കാർ അവരുടെ ലൈഫിലുണ്ടാവും, അവർക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ഫാമിലി എല്ലാം ഉണ്ടാവും. അവർ കറൻ്റ്ലി കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഓക്കെ, ഭയങ്കര പ്രഷറൊക്കെ ഉള്ള സമയമാണ്. ഓവർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ തമ്മിൽ മേ ബി ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കെന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, മേ ബി അവർക്ക് വേറെ ഫാമിലി ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളൊരു സെപ്പറേഷൻ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷമം, ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. കറൻ്റ് അവരുടെ ഇമോഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യത്തിലൊക്കെ അവർ ഫോക്കസ്ഡ് ആണ്. പക്ഷേ അവർക്ക് നിങ്ങളടുത്ത് ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളടുത്തുണ്ടാവും, അല്ലെങ്കിൽ അവർ ഭയങ്കര അഡിക്റ്റഡ് ആയിരിക്കാം നിങ്ങളടുത്ത് ആ ഒരു പാഷൻ അവർക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ആ ഒരു ഡീപ്പ് ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടില്ല, അവർക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, അവർക്ക് ആ ഒരു ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് നിങ്ങളടുത്ത്. നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, പുറത്തെങ്ങാനും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അവർക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യണം, അവർക്ക് നിങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. മേ ബി അവർക്കൊരു പ്ലാൻ ഉണ്ടാവും അവർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണാനൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷേ ആഗ്രഹമുണ്ട് കാരണം അവർക്ക് ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, ആ ഒരു അട്രാക്ഷൻ, ഒരു അഡിക്ഷനൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഒന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് സംസാരിച്ച് വഴക്കായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും എസ്പെഷ്യലി സംസാരിച്ച് എന്തെങ്കിലും വഷളായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. What are they thinking about you right now? What are they thinking about you right now? Reunion. ഇറ്റ്സ് എ റീയൂണിയൻ. ഓക്കെ, നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളവിടെ മെസ്സേജ് കോൾ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവും.
ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ അടുത്തേക്ക് വരാൻ, നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാൻ. മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദൂരമുള്ള ആൾക്കാരായിരിക്കാം. അതെല്ലാം ഉണ്ടെങ്കിൽ മെന്റലി നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അവർക്ക് ആ ഒരു ഡീപ്പ് പാഷൻ നിങ്ങളുടെ അടുത്തുണ്ട്. ഒരു അഡിക്ഷൻ, അട്രാക്ഷൻ ഒക്കെ നിങ്ങളുടെ അടുത്ത് വളരെ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, സോ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹമുണ്ട്, അവർക്ക് ആ ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അവർ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇപ്പം അവരിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അവർക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ട്. സോ അവർക്ക് എന്തെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. മേ ബി ഒരു കറന്റ് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അതെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവാം. എസ്പെഷ്യലി അവർ നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ് ഒക്കെ അവർക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും മെസ്സേജ് അയക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു മെസ്സേജ്, ഇപ്പം നിങ്ങളുടെ ഒരു മെസ്സേജ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഒരു മെസ്സേജ്, എസ്പെഷ്യലി അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അവരുടെ സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. നിങ്ങളുടെ ഒരു മെസ്സേജിനൊക്കെ വെയിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. മേ ബി അവർ കുറച്ച് സമയം എടുക്കായിരിക്കും മെസ്സേജ് അയക്കാൻ, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മെസ്സേജ് കിട്ടും. നിങ്ങൾ മെസ്സേജൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മെസ്സേജൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അത് കുറച്ച് സമയം എടുക്കായിരിക്കും. മേ ബി അവർ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഡെഫിനറ്റ്ലി അവർ ആ ഒരു സ്നേഹം, എസ്പെഷ്യലി ആ ഒരു മെസ്സേജ് നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും. കാരണം അവർക്ക് അവരുടെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സ്നേഹം അവർക്ക് എന്തായാലും വിട്ടുകളയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹമൊക്കെ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവും. മേ ബി അവർക്ക് വേറെ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടാവാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട്, മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ബ്രേക്കപ്പ് നിങ്ങളെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫാമിലി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ തമ്മിൽ റീയൂണിയനിലേക്ക് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാനുള്ള പ്ലാൻ ഉണ്ട്. ആ ഒരു കോണ്ടാക്ട്, ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അതൊക്കെയാണ് ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കുള്ള റീഡിങ്. സോ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 2. ഹലോ, നമ്പർ 2. സോ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, യുവർ പേഴ്സൺസ്, what are they thinking about you right now? Are you on their mind? Are they missing you? Number 2 select ചെയ്ത ആൾക്കാർ, what is on their mind? What are they thinking about you? Are you on their mind? അറിയുന്നുണ്ടോ? Okay. നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, ഇറ്റ്സ് ഓൾ അബൌട്ട് കോൺവെർസേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വേണം. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കോൺവെർസേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇറ്റ്സ് ഓൾ അബൌട്ട് കോൺവെർസേഷൻ. ഓക്കെ, നിങ്ങൾ സംസാരിക്കണം. മേ ബി ിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല. അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ആ ഒരു കോൺവെർസേഷന്, നിങ്ങളായിട്ടുള്ള ഒരു പ്രോപ്പർ കോൺവെർസേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഫിനാൻഷ്യലി വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അവർ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, അവർ ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ട്. നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേയിൽ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. സോ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഓപ്പൺ കോൺവെർസേഷൻ വേണം. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചിലപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ശരി ഉണ്ടായിരിക്കാം. മൈൻഡ് എന്താണ് അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ മനസ്സിലിപ്പം? What is in their mind? Are you on their mind? What are they thinking about?
Are you on their mind? സോ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റിലൊന്നും ഉണ്ടാവില്ല. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടാവും, ഓക്കെ, ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും. പക്ഷെ അവർ ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും സ്റ്റക്കാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ ഒരു സിറ്റുവേഷനിൽ. സോ അവരൊരു കോൺവെർസേഷൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ടായിരിക്കും അവരൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കോൺവെർസേഷൻ ചെയ്യാൻ, ആ ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് എൻഡ് ആണ്, പക്ഷെ അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവാം. സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇപ്പോഴും സ്റ്റക്കാണ്. ഈവൻ നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ സ്റ്റക്കാണ്. അവർ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, ഓക്കെ, നിങ്ങൾ അവർ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ. അല്ലെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കാര്യത്തിൽ അവർ എന്ത് ചെയ്യുമ്പോഴും അവർക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല. അവരിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് വേറൊരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. റിലേഷൻഷിപ്പ് മേ ബി എൻഡ് ആയിട്ടുണ്ടാവും, പക്ഷെ അവരൊരു റീയൂണിയൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്തതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല, നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അത് അവർക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും. എസ്പെഷ്യലി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം. ഈവൻ വേറെ ആൾക്കാരൊക്കെ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ പെയിനും കൊണ്ടിട്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ചെയ്യുകയാണ്. അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അവർ കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, അവരായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പം അവർ ആ ഒരു കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, നിങ്ങളായിട്ട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്പർ 2 നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്. സോ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 3 നൗ. ഹലോ നമ്പർ 3. സോ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നത്? What are they thinking about you? Are you on their mind? Are they missing you? Number 3, your person. What are they thinking about you right now? Are you on their mind? What are they thinking about you right now? What are they thinking about you right now? അതിനെങ്ങനെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, all right. So somebody want to express their feeling towards you. Okay, so this person want to express. ഈ വ്യക്തിയുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഇപ്പം ആ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, പാഷൻ അവർ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്ക് നിങ്ങളോട് ഈവൻ എന്തൊക്കെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഓൾറെഡി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അവർ ആ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. ഓക്കെ, അവർ ആ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. മേ ബി അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ലേഡി കൂടെ ഉണ്ടാവും. ഓക്കെ, ഒരു സ്ത്രീ കൂടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഇൻ ദ പാസ്റ്റ് അവരുടെ ലൈഫിൽ ഓൾറെഡി വേറെ ആളുണ്ടായിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും പാസ്റ്റിൽ. പക്ഷേ ഇപ്പം അവർക്ക് ആ ഒരു ഫീലിങ്സ്, ആ ഒരു പാഷനൊക്കെ നിങ്ങളടുത്തുണ്ട്, നിങ്ങളടുത്ത് വരണം. ആ ഒരു അവരുടെ ഒരു ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണം നിങ്ങളടുത്ത്. ഓക്കെ, നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് ആ ഒരു ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ആ സമയത്ത് അവരുടെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വേറെ ഒരു പാർട്ട്ണർ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ല. അവരുടെ ലൈഫിൽ വേറെ പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ഇനി അവരുടെ ലൈഫിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മേ ബി അവർ കറൻ്റ്ലി ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, കറൻ്റ്ലി ഡീൽ ചെയ്യുന്ന അവരുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അവർ കറൻ്റ്ലി ആരെങ്കിലുമൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ല. ആ ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വരാൻ കാരണം. പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പാഷൻ, നമ്മളുടെ ആ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു പാഷൻ അവർക്ക് തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടുള്ളൊരു പാഷൻ, നിങ്ങളോടുള്ളൊരു നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണെന്നൊക്കെ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. വാട്ട് ആർ ദേ തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ? യു are they missing you? Six of Wands. See here. ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് മേ ബി നിങ്ങൾക്ക് രണ്ടാൾക്കും വരണം. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും തിരിച്ചു വരണം. രണ്ടാളും ആഗ്രഹിക്കുന്നുണ്ടാവും, രണ്ടാളും റെഡിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ. രണ്ടാളും റെഡിയാണ്. നിങ്ങളുള്ള ഒരു ഫീലിങ്സ് ഒക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടോ? ഓക്കെ, അവർ കളഞ്ഞു പോയിട്ടുള്ള ഒരു പാഷൻ അവർക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ കളഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് എവിടെയോ ലോസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു നിങ്ങളോടുള്ള ഒരു പാഷനൊക്കെ അവർക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ മേ ബി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും, കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, സെയിം സ്കൂൾ കോളേജിലൊക്കെ പരിചയമുള്ള ആൾക്കാരായിരിക്കും, അല്ലേ? ചർച്ചിലൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലൊക്കെ പോയപ്പം, അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷനൊക്കെ പോയപ്പം പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ യാത്രയൊക്കെ സംബന്ധമായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങളായി നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അവരിപ്പോൾ ലൈഫിൽ ഏറ്റവും വിഷമത്തിൽ കൂടെ പോകുന്ന സിറ്റുവേഷനിൽ പോകുമ്പം അവർ നിങ്ങളുടെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സിറ്റുവേഷനും. നിങ്ങൾ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാളും വേണം. നിങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു സമയത്ത് രണ്ടാളും അടുത്ത് വേണം. അവർ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം മെൻ്റലി ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, എസ്പെഷ്യലി ഫാമിലി ആൾക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. സോ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ല. അവരുടെ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ല. അവർക്ക് നിങ്ങളടുത്ത് വരണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളടുത്ത് സംസാരിക്കണം, ഒരു ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഒരു ഒട്ടും ഹാപ്പി അല്ല. ഓക്കെ, ഇപ്പം നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഈ കറണ്ടിലെ ഒരു പാർട്ട്ണർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പി ആയിരിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഡീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, വ്യക്തികളുണ്ടാവും, വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല. ഒരുപാട് ആർഗ്യുമെന്റ്സ് ഒക്കെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ആൾക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ അവർക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങളടുത്ത് പറയണമെന്നുണ്ട്. കാരണം അവർ നിങ്ങളോടുള്ള ഒരു പാഷൻ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹമൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ ഡെഫിനറ്റ്ലി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ടച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ സ്പർശനമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം, അവരുടെ സ്നേഹം അവർക്ക് എക്സ്പ്രസ് ചെയ്യണം. നിങ്ങളും അതുപോലെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അതൊക്കെയാണ് നമ്പർ 3 നിങ്ങളുടെ റീഡിംഗ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.